மாதிரி நேரத்தில் தான் தோணும் ഫാമിലിക്കാக എவ்வளോ റിസ്ക് എടുത്താലും തപ്പില്ലെന്ന്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. മലയാള സിനിമയുടെ അഭിമാനമായ യുവതാരമാണ് ദുൽഖർ സൽമാൻ. ഇതിനോടകം ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം മികച്ച സിനിമകൾ ചെയ്യുവാനും നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങാനുമെല്ലാം ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. സെലക്റ്റീവായി മികച്ച സിനിമകളുടെ മാത്രം ഭാഗമാകുന്ന ദുൽഖർ ഇപ്പോഴിതാ നിലവിൽ മറ്റു മലയാള താരങ്ങൾക്കൊന്നും കഴിയാത്ത വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. വെങ്കി അറ്റ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ചു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തി പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ. തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ തെലുങ്ക് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ഭാസ്കറിനെ മികവാർന്ന രൂപത്തിലാണ് ദുൽഖർ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. കഥാപാത്രത്തിന്റെ മികവാർന്ന പകർന്നാട്ടത്തിന് ദുൽഖർ നിരവധി നിരൂപകശംസകൾ നേരത്തെ തന്നെ നേടിയിരുന്നതാണ്. ഇപ്പോഴിതാ ദുൽഖറിനെ വലിയൊരു അംഗീകാരവും തേടിയെത്തിയിരിക്കുന്നു. ലക്കി ഭാസ്കറിലൂടെ തെലങ്കാന സംസ്ഥാന പുരസ്കാരമാണിപ്പോൾ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ നേടിയിരിക്കുന്നത്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഈ ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നേടിയെടുത്തത്. ഗദ്ദർ അവാർഡ് എന്ന പേരിൽ നൽകപ്പെടുന്ന തെലങ്കാന സംസ്ഥാന അവാർഡുകൾ 14 വർഷങ്ങൾക്കു ശേഷമാണ് വീണ്ടും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. 2024 റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രങ്ങൾക്കായുള്ള പുരസ്കാരങ്ങളിൽ 4 എണ്ണമാണ് ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ സ്വന്തമാക്കിയത്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ദുൽഖർ നേടിയതിനൊപ്പം 3ാമത്തെ മികച്ച ചലച്ചിത്രം, മികച്ച എഡിറ്റർ, മികച്ച തിരക്കഥാകൃത്ത് എന്നീ പുരസ്കാരങ്ങളാണ് ലക്കി ഭാസ്കറിനെ തേടിയെത്തിയത്. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് ഈ ചിത്രത്തിലൂടെ നവീൻ നൂലി നേടിയപ്പോൾ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഇതിലൂടെ സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ വെങ്കി അറ്റ്ലൂരിയാണ്. മലയാള സിനിമയിലെ ഒരു നടന് അന്യഭാഷയിൽ ലഭിച്ച ഈ വമ്പൻ അംഗീകാരത്തിലൂടെ മലയാള സിനിമയുടെ തന്നെ അഭിമാനം ഉയർത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. തിയേറ്ററുകളിൽ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ ലക്കി ഭാസ്കറിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും അഭൂതപൂർവമായ സ്വീകരണമാണ് ആഗോള തലത്തിലുള്ള പ്രേക്ഷകർ നൽകിയത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം കേരളത്തിലും ഗൾഫിലും തിയേറ്ററുകളിലെത്തിച്ചത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആയിരുന്നു. ഒരു പീരീഡ് ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രം 1992 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന കുപ്രസിദ്ധമായ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞത്. മീനാക്ഷി ചൗധരി നായികാവേശം ചെയ്ത ചിത്രം സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ 4 സിനിമാസും ചേർന്നാണ് നിർമ്മിച്ചത്. സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ് കൊടുക്കുന്ന കിക്ക് വിട പണം കൊടുക്കുന്ന കിക്ക് தான் பெருசு. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.